ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. തിരുപ്പൂർ ജില്ലയിലെ ഉത്തുക്കുളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രസിദ്ധമായ ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്, കൈതമല. അവിടാണ് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുണ്ട് അങ്ങോട്ട്. അപ്പം അങ്ങനെ ഇവിടെ എല്ലാം നമ്മൾ ടിക്കറ്റ് എടുക്കണ്ട ലേഡീസിന്, അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് പോവാം. അപ്പോൾ ഇത് വന്നിട്ട് 5 നിലകളുള്ള രാജഗോപുരത്തോട് കൂടി ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാജഗോപുരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴത്തേക്കിന് അവിടെ മുരുകൻ ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത്. വള്ളിക്കും ദേവയാനിക്കും പ്രത്യേകം പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട്. അപ്പം ഇത് 13-ാം നൂറ്റാണ്ടിലെ കൊങ്കു രാജാക്കന്മാരാണ് ഈ കൈതമല മുരുകൻ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. നമ്മളിപ്പം ഊത്തുക്കുളി എന്ന് പറയുന്ന ഗ്രാമത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പം അവിടെ നല്ല ഒരു നമ്മൾ ഇപ്പോൾ തിരുപ്പൂർ ഒക്കെ ആണെങ്കിൽ കുറച്ച് ക്രൗഡാണ്, എപ്പോഴും ആള് വണ്ടി അങ്ങനെ ഭയങ്കര ഇത് നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. നല്ല കാണാനും നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ബസ്സിൽ. നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനടുത്ത് എത്താറായി. അങ്ങ് ദൂരെ നമുക്ക് കാണാമെന്ന് അറിയത്തില്ല, ഒരു കുന്ന് കാണുന്നില്ലേ, അവിടെ ഇങ്ങനെ നമുക്ക് ദൂരേന്നേ കാണാം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരമൊക്കെ നല്ലപോലെ നമുക്ക് ബസ്സിലിരുന്ന് നല്ലപോലെ കാണാം. നല്ല അപ്പം നമ്മൾ ഇതൊരു സ്റ്റോപ്പ് നിർത്തിയിട്ട് ആളിറങ്ങുവാണ്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അതിൻ്റെ കവാടമാണ്. അപ്പം നമ്മൾ ഇതിൽ ഉള്ളിലോട്ട് കുറച്ചൊരു 1 കിലോമീറ്ററൊക്കെ നടക്കണം. ഫസ്റ്റ് നമ്മൾ എൻട്രൻസിലെ തന്നെ ഒരു ഗണപതി ടെമ്പിൾ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഒരു ടെമ്പിളുണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് പോകുന്ന വഴിക്കെല്ലാം ടെമ്പിളാണ്. അതേണ്ട ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഒത്തിരി പടിയില്ല. നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ, തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. ഇത് അധികം സ്റ്റെപ്പില്ല, നമുക്ക് അത്യാവശ്യം പോകാവുന്ന. ഫസ്റ്റ് തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് കഴിഞ്ഞ് വിശാലമായ ഒരു ഏരിയ ആണ്. ഒരു നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ പോയത്. നല്ല വെയിലായിരുന്നു. വലിയ ആളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. സൺഡേ അല്ല. ഇതൊരു സർപ്പദൈവങ്ങളുടെ ഒരു ക്ഷേത്രമാണിത്. അകത്തോട്ട് നല്ല ഇരുട്ടാണ്, അത് അകത്ത് കാണാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ 4 മണിക്കാണ് നട തുറക്കുന്നത്, വൈകുന്നേരം. അപ്പോൾ അതുവരെ അവിടെ നിന്ന് ഫുഡ് കൊണ്ടുപോയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്ന്. അവിടെ പ്രാവുകളൊക്കെ നിറയുണ്ട്. അത് തീറ്റ ഇട്ടിട്ടുണ്ട്, വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഫുൾ ടൈം അവിടെ ഇങ്ങനെ പ്രാവ് കാണും. ഇതാണ് മെയിനായിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഇത്രയും സ്റ്റെപ്പേ ഉള്ളൂ മേളിലോട്ട് കയറാൻ. പിന്നെ അവിടെ ഒരു കാടിനുള്ളിലൊരു ക്ഷേത്രമുണ്ട്. അത് വഴിയൊന്നുമില്ല അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മൾ 4 മണിയായപ്പോഴത്തേക്കിന് അമ്പലത്തിനുള്ളിലോട്ട് പ്രവേശിക്കുകയാണ് അകത്തോട്ട്. നല്ല ഒരു കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അകത്ത് പ്രവേശിച്ചു. അകത്ത് നല്ല വിശാലമായിട്ടുള്ള, മേളിലെല്ലാം നിറയെ ദൈവങ്ങളുടെയൊക്കെ ശില്പങ്ങളൊക്കെ പണിത് നല്ല രസമുണ്ട് കാണാനത്. ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് അമ്പലത്തിൻ്റെ പിൻഭാഗമാണ്, പിൻഭാഗത്തെ ഗോപുരമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൂജാരി നട തുറന്നു. നമ്മൾ നല്ല ദർശനമൊക്കെ കണ്ടു, തൊഴുതു, തിരിച്ചിറങ്ങി. നല്ല ഭംഗിയായിട്ട് തൊഴുതു, പ്രാർത്ഥിച്ചു, തിരിച്ചിറങ്ങുമ്പോൾ കുറേ സ്കൂള് വിട്ട് കുറേ പിള്ളേരിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് സ്കൂളിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എവിടെയോ ഉള്ളിൽ അവരെല്ലാം നടന്നാണ് പോകുന്നത്. മെയിൻ റോഡിലോട്ട് നടന്നാണ് പോകുന്നത്.
അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നിടം വരെ ബായ്.